എല്ലാവർക്കും നമസ്കാരം. പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. പാലക്കാട് നിന്നും അംബികാദേവി ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. സർ, ഞാൻ ഈയിടെയായി ഭാഗവതം വായിക്കാറുണ്ട്. അതിൽ ഭാഗവത മാഹാത്മ്യത്തിൽ ഒരു സംശയമുണ്ട്. ബദരിയിൽ എത്തിയ നാരദ മഹർഷി ദുഃഖിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ വന്ന സനകാദികൾ ദുഃഖത്തിൻ്റെ കാരണം അന്വേഷിച്ചു. ആ സമയത്ത് കരികാലത്തിലെ ദോഷങ്ങൾ വിവരിക്കുന്നതിനിടയിൽ അദ്ദേഹം കണ്ട ഒരു കാഴ്ച പറയുന്നു. യമുനാ നദിയുടെ തീരത്തെത്തിയപ്പോൾ അവിടെ ഒരു യുവതി ഇരുന്ന് കരയുന്നു. തൊട്ടടുത്ത് 2 വൃദ്ധന്മാർ കിടക്കുന്നു. 60 സ്ത്രീകൾ ഇവരെ വീശിക്കൊണ്ടിരിക്കുന്നു. നാരദ മഹർഷി ചെന്ന് യുവതിയോട് ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഭക്തിയാണ്. ഈ കിടക്കുന്നത് എൻ്റെ മക്കളാണ്, ജ്ഞാനവും വൈരാഗ്യവും. ഞാൻ യുവതിയും മക്കൾ വൃദ്ധരുമാണ്. ആ ദുഃഖമാണ് എനിക്ക്. ഈ വീശിക്കൊണ്ടിരിക്കുന്നത് നദികളാണ്, 60 പേർ നദികളാണ് എന്ന് പറഞ്ഞു. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഭക്തിയെയും ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും ഒക്കെ വ്യക്തികളായി ചിത്രീകരിച്ചിരിക്കുന്നു, നദികളെ സ്ത്രീകളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ പിന്നിലെ തത്വം എന്താണ്? നല്ല ചോദ്യം. നമ്മുടെ ഈ ഭാഗവതത്തിൽ ഇതേമാതിരി സിംബോളിക് കഥകൾ ധാരാളമുണ്ട്. അതിനെ വ്യാഖ്യാനിച്ച് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഭാഗവതത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഒക്കെ വേണ്ടത് എവിടെയാണ്? മനുഷ്യരുടെ മനസ്സിലാണ്, അല്ലേ? അപ്പോൾ പൊതുവെയുള്ള കാര്യം ജ്ഞാനവും വൈരാഗ്യവും സാധാരണ ആൾക്കാർക്കില്ല കലിയുഗത്തിൽ. അതുകൊണ്ട് തന്നെ അവർ വാർദ്ധക്യദശയെ അല്ലെങ്കിൽ ജീർണാവസ്ഥയെ പ്രാപിച്ച് കിടക്കുകയാണ്. ഭക്തിയുണ്ട്. യമുനാ നദിയുടെ തീരത്ത് ശ്രീകൃഷ്ണൻ കളിയാടിക്കൊണ്ടിരുന്ന ആ സ്ഥലത്ത് ചെന്നപ്പോൾ ഭക്തി യുവതിയായി. കാരണം അവിടെ ഉള്ളവരുടെ മനസ്സിലൊക്കെ ഭക്തിയുണ്ട്. പക്ഷെ ജ്ഞാനവും വൈരാഗ്യവും ഇല്ല. നമ്മളും അങ്ങനെ തന്നെയാണല്ലോ. ക്ഷേത്രങ്ങളിൽ പോകുന്നു, പല ചടങ്ങുകളിലും പങ്കെടുക്കുന്നു, കുംഭമേളയ്ക്കടക്കം പോകുന്നു, ഭക്തിപൂർവം സ്തോത്രങ്ങൾ ചൊല്ലുന്നു, ഒക്കെ ചെല്ലുന്നു. പക്ഷെ അതേ സമയത്ത് നമുക്കിഷ്ടപ്പെട്ട സാധനം ലഭിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വൈരാഗ്യം വന്നിട്ടില്ല, വിഷയവൈരാഗ്യം വന്നിട്ടില്ല. അതേമാതിരി ജ്ഞാനവും വന്നിട്ടില്ല. ഇപ്പോൾ ഒരാൾ ശബരിമലയ്ക്ക് പോകാം എന്ന് തീരുമാനിച്ചു, പക്ഷെ പോകാൻ നേരത്തെ തടസ്സങ്ങൾ. അപ്പം ഉള്ളിൽ ഖേദമായി, പോകാൻ പറ്റിയില്ലല്ലോ എന്ന്. ഇത് അജ്ഞാനം മൂലമുണ്ടാകുന്ന, ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. കാരണം നമ്മുടെ വേദാന്ത ഭാവം അനുസരിച്ച് പ്രപഞ്ചത്തിൽ ആകെ ഒരു ശക്തിയേ ഉള്ളൂ, സാക്ഷാൽ ബ്രഹ്മം. അത് നിറഞ്ഞു നിൽക്കുകയാണ് എൻ്റെ ഉള്ളിലും എൻ്റെ പുറത്തും എല്ലാം. ഞാൻ കാണുന്ന വൃക്ഷങ്ങളിലും, ഞാൻ കാണുന്ന പക്ഷികളിലും, ഞാൻ കാണുന്ന മൃഗങ്ങളിലും, ഞാൻ കാണുന്ന മനുഷ്യരിലും എല്ലാം ഭാസിക്കുന്നത് അതേ ചൈതന്യം തന്നെയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ല എന്ന കാരണത്തിൽ ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ദുഃഖിക്കാൻ കാരണം ജ്ഞാനമില്ലായ്മയാണ്. അപ്പോൾ ഭക്തിയുണ്ട്, ജ്ഞാനമില്ല. ജ്ഞാനമുണ്ടെങ്കിലേ വൈരാഗ്യം വരും. ഭക്തന്മാരാണെങ്കിലും നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നു. എന്നാൽ ആവശ്യം ആകാം, പക്ഷേ അത്യാവശ്യങ്ങളൊക്കെ ആകാം. പക്ഷെ അനാവശ്യമായ കാര്യങ്ങളായാലും അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെടാറുണ്ട്. ഇപ്പോൾ രാമായണത്തിലൊരു ശ്ലോകമുണ്ട്, ഭോഗത്തിനെ കൊണ്ടു കാമിക്കയും വേണ്ട, ഭോഗം യഥാവിധി വർജിക്കയും വേണ്ട. സുഖഭോഗത്തിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല, പക്ഷെ അനുവദിക്കപ്പെട്ട സുഖഭോഗങ്ങൾ ഒഴിവാക്കുകയും വേണ്ട. അപ്പോൾ അനുവദിക്കപ്പെട്ട സുഖഭോഗങ്ങളെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതല്ലാത്ത സുഖഭോഗങ്ങളിലേക്ക് പോകുമ്പോഴാണ് വൈരാഗ്യം വന്നിട്ടില്ല എന്ന് പറയുന്നത്. ഒരു മനുഷ്യനായി ജീവിച്ചാൽ അനുവദിക്കപ്പെട്ട ചില സുഖഭോഗങ്ങളുണ്ട്, അത് അനുഭവിച്ചുകൊണ്ട് കർമ്മം ചെയ്യണം. എന്നാൽ അതിനും അപ്പുറത്തേക്ക് മോഹിക്കുമ്പോഴാണ് ഇയാൾക്ക് വൈരാഗ്യം വന്നിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈരാഗ്യവും ജ്ഞാനവും ഉപയോഗിക്കാത്തതുകൊണ്ട് അത് ജീർണാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു. ഇത് നമ്മുടെയൊക്കെ അവസ്ഥയാണ്. ഭക്തി ഉണ്ടെങ്കിലും ജ്ഞാനവും വൈരാഗ്യവും ഇല്ല. ഇതാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ 60 നദികൾ വീശിക്കൊണ്ടിരിക്കുന്നു. ഈ ജ്ഞാനം ഉണരണം, അത് നദികൾക്ക് ആവശ്യമാണ്. കാരണം ഈ നദികളൊക്കെ മലിനപ്പെട്ടു പോകുന്നു.
മനുഷ്യരുടെ പ്രവൃത്തി കൊണ്ടാണ് മലിനപ്പെട്ടു പോകുന്നത്. കണ്ണി കണ്ട സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ടും ചിലർ വിസർജനമടക്കം നടത്തും. അപ്പോൾ കുടിക്കേണ്ട ജലം കുളിക്കാൻ പോലും പറ്റാത്ത രൂപത്തിലായി മാറുന്നു. അതിന് കാരണം ജ്ഞാനമില്ലായ്മ, അറിവില്ലായ്മയാണ്. അതുകൊണ്ട് ജ്ഞാനം ഉണരേണ്ടത് ഈ നദികളുടെ ആവശ്യമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് വ്യാസൻ അവരെ സ്ത്രീകളായിട്ട് ചിത്രീകരിച്ച് ജ്ഞാനത്തിനെയും വൈരാഗ്യത്തിനെയും ഭക്തിയെയും ഒക്കെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആദ്യം മനസ്സിൽ ഭക്തി വളരണം. ഭക്തി വളർന്നാൽ ജ്ഞാനമുണ്ടാകും. അതുകൊണ്ടാണ് ഭക്തിയുടെ മക്കളാണ് ജ്ഞാനവും വൈരാഗ്യവും എന്ന് പറയാൻ കാരണം. ഭക്തി വളർന്നാൽ ജ്ഞാനമുണ്ടാകും. ജ്ഞാനമുണ്ടായാൽ വൈരാഗ്യം സ്വാഭാവികമായിട്ടുണ്ടാകും. വിഷവൈരാഗ്യം അതില്ല. അപ്പോൾ ഉപയോഗമില്ലാത്തത് കൊണ്ട് ജ്ഞാനവും വൈരാഗ്യവും വാർദ്ധക്യ അവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു. നമ്മുടെ ഉള്ളിലും അങ്ങനെ തന്നെയാണ്. ജ്ഞാനവും വൈരാഗ്യമൊക്കെ വാർദ്ധക്യാവസ്ഥയിലാണ്. ഭക്തി ഉള്ളത് കൊണ്ട് അത് യൗവനാവസ്ഥയിൽ നിൽക്കുന്നു. അപ്പം നദികളെ സംബന്ധിച്ചിടത്തോളം ഈ ജ്ഞാനവും വൈരാഗ്യവും വളർന്നേ മതിയാകൂ, ഉണർന്നേ മതിയാകൂ ഈ ജീർണാവസ്ഥയിൽ നിന്ന്. അതുകൊണ്ടാണ് അവർ വീശിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് തരുന്ന സന്ദേശം നദികളെ നമ്മൾ സംരക്ഷിക്കണം, പ്രകൃതിയെ സംരക്ഷിക്കണം എന്നൊരു തത്വം അതിന് വരുന്നു. നമ്മുടെ ഉള്ളിൽ ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവണം, ഭക്തിയും ഉണ്ടാകണം. അപ്പോൾ ഭക്തി മൂലം ജ്ഞാനം, ഓരോ കാര്യങ്ങളും നടക്കുന്ന സമയത്തും അതെന്താണ് എന്ന് അന്വേഷിച്ച് അതിൻ്റെ പിന്നിലുള്ള തത്വം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നില്ല കലിയുഗത്തിൽ. അതുകൊണ്ടാണ് യുവതിയായ ഭക്തിയും വൃദ്ധരായ മക്കളെയും ചിത്രീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായോ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നന്ദി, നമസ്കാരം.